ഹായ് ഓൾ, ഇന്ന് നമ്മൾ പാർട്ട്ണർഷിപ്പ് ബേസിക് കൺസെപ്റ്റ് എന്ന സെക്കൻഡ് ചാപ്റ്ററുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫോക്കസ് ഏരിയ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഐഡൻറ്റിഫൈ ദ നെയിം ഓഫ് അക്കൗണ്ട് വിച്ച് ഈസ് പ്രിപ്പയർഡ് ടു ഷോ ഹൗ ദ പ്രോഫിറ്റ്സ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് പാർട്ട്നേഴ്സ്. പാർട്ട്ണർഷിപ്പിൽ പ്രോഫിറ്റ് പാർട്ട്നേഴ്സ് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട് ഏതാണെന്ന് നമുക്കറിയാം. ഇറ്റ് ഈസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. വാട്ട് ഈസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്? Profit and loss appropriation account is an extension of profit and loss account. It is prepared to show how the net profit has been distributed among partners. Look here, this is the format of profit and loss appropriation account. Profit and loss appropriation account il first നമ്മൾ credit side il പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നും പറഞ്ഞ് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് എഴുതുന്നത്. ക്രെഡിറ്റ് സൈഡിൽ ആദ്യം നെറ്റ് പ്രോഫിറ്റ് ബിഫോർ അഡ്ജസ്റ്റ്മെൻറ്റ് എഴുതും. ഇറ്റ് ഈസ് റെക്കോർഡഡ് ആസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് എടുത്തെഴുതുന്നതാണ് ഇങ്ങോട്ട്. ദെൻ പിന്നെ വരുന്ന ഐറ്റം ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. രണ്ട് ഐറ്റമേ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ വരൂ. നെറ്റ് പ്രോഫിറ്റ് ബിഫോർ അഡ്ജസ്റ്റ്മെൻറ്റും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും. ഇനി പ്രോഫിറ്റിന് പകരം ലോസ് ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് ലോസ് എഴുതേണ്ടത്, നെറ്റ് ലോസ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നും പറഞ്ഞ് കാണിക്കുക. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, അതുപോലെ സാലറി, കമ്മീഷൻ, ഇതെല്ലാം ഡെബിറ്റ് സൈഡിൽ വരും. റിസർവ് സാധാരണ നിങ്ങൾക്കുള്ള പ്രോബ്ലത്തിലൊന്നും വരാറില്ല. അക്കൗണ്ട് ബാലൻസ് ചെയ്യും, ബാലൻസിങ് ഫിഗർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് പോകും. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. ഐഡൻറ്റിഫൈ ദ നെയിം ഓഫ് അക്കൗണ്ട് വിച്ച് ഈസ് പ്രിപ്പയർഡ് ടു ഷോ ഹൗ ദ പ്രോഫിറ്റ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് പാർട്ട്നേഴ്സ്. ആൻസർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ. വെൻ പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റ് ഈസ് സൈലൻറ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് പാർട്ട്ണർ ഈസ് എൻറ്റൈറ്റിൽഡ് ടു ഗെറ്റ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റ്, അതായത് പാർട്ട്ണർഷിപ്പ് ഡീഡ് സൈലൻ്റ് ആണെങ്കിൽ താഴെ പറയുന്ന ആർക്കാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കിട്ടാൻ റൈറ്റ് ഉള്ളത്? ഇതെന്ന് പറയുന്നത് ഏത് ടോപ്പിക്കുമായി റിലേറ്റഡ് ആയിട്ടുള്ളതാണെന്ന് മനസ്സിലായോ? റൂൾസ് ആപ്ലിക്കബിൾ ഇൻ ദ ആബ്സെൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്നൊരു ടോപ്പിക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. ഈ ക്വസ്റ്റ്യൻ ശരിക്കും പ്രൊവിഷൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ആക്ട് ഓർ റൂൾസ് ആപ്ലിക്കബിൾ ഇൻ ദ ആബ്സെൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. പാർട്ട്ണർഷിപ്പ് ഡീഡ് ആബ്സെൻ്റ് ആണെങ്കിൽ, സൈലൻ്റ് ആണെങ്കിൽ എന്തൊക്കെ റൂൾസ് ആപ്ലിക്കബിൾ ആണെന്ന് അറിയാമെങ്കിൽ മാത്രമേ ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. പാർട്ട്ണർഷിപ്പ് ഡീഡ് ആബ്സെൻ്റ് ആണെങ്കിൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയുടെ കേസിൽ ഉള്ള റൂൾ എന്താണെന്ന് വെച്ചാൽ പ്രോഫിറ്റ് വിൽ ഷെയർ ഈക്വലി. പാർട്ട്നേഴ്സ് വിൽ ഷെയർ പ്രോഫിറ്റ് ഓർ ലോസസ് ഈക്വലി. ഇൻ ദ ആബ്സെൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ് പാർട്ട്നേഴ്സ് വിൽ ഷെയർ പ്രോഫിറ്റ് ഓർ ലോസസ് ഈക്വലി. ഇനി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ കേസിലോ നോ പാർട്ട്ണർ ഈസ് എൻറ്റൈറ്റിൽഡ് ടു ക്ലെയിം എനി ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ദർ ഈസ് നോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇല്ലെങ്കിൽ നോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. Then interest on drawings in the കേസിലും no interest on drawings. If there is no partnership deed, no interest on drawings. Interest on loans or advance. In the absence of ഇതൊരു ഇമ്പോർട്ടൻ്റ് പ്രൊവിഷൻ ആണ്. If there is no partnership deed, partners are entitled to get interest at the rate of 6%. 6% ഇൻട്രസ്റ്റ് കിട്ടാനുള്ള അവകാശം പാർട്ട്നേഴ്സിനുണ്ട്. If there is no partnership deed, partners are entitled to get interest at the rate of 6%. ഇൻട്രസ്റ്റ് ഓൺ ലോൺ മാത്രം കിട്ടാനുള്ള അവകാശമേ പാർട്ട്നേഴ്സിനുള്ളൂ. പാർട്ട്ണർഷിപ്പ് ഡീഡ് സൈലൻ്റ് ആണെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇല്ല, സാലറി ഇല്ല, കമ്മീഷൻ ഇല്ല, പ്രോഫിറ്റോ ലോസോ ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യണം. ഇത്രയും റൂൾസാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പ്രയാസമില്ലല്ലോ. വെൻ പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റ് ഈസ് സൈലൻറ്റ്, which of the following partner is entitled to get interest on capital? Active partner, partner who contributed largest amount, guaranteed partner, none. ആർക്കും കിട്ടത്തില്ല. ആക്റ്റീവ് പാർട്ട്ണർ ആയാലും സ്ലീപ്പിംഗ് പാർട്ട്ണർ ആയാലും ആർക്കും ഇൻട്രസ്റ്റ് കിട്ടില്ല പാർട്ട്ണർഷിപ്പ് ഡീഡ് സൈലൻ്റ് ആണെങ്കിൽ. ദാറ്റ് മീൻസ് ദർ ഈസ് നോ പാർട്ട്ണർഷിപ്പ് ഡീഡ്, നോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. നൺ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. ഓക്കെ, സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് അടുത്തതും. വെൻ പാർട്ട്ണർഷിപ്പ് ഡീഡ് ഈസ് സൈലൻ്റ് അബൌട്ട് സാലറി, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പാർട്ട്ണർ വിൽ ഗെറ്റ് സാലറി.
പാർട്ട്ണർഷിപ്പ് ഡീഡ് സൈലൻ്റ് ആണെങ്കിൽ നോ സാലറി നമ്മൾ പഠിച്ചു, അവിടെയും നണ്ണ് തന്നെയാണ് ആൻസർ. ഓക്കെ. Then fourth question. Write journal entry to charge interest on capital to partner Madhav if partner's capital being fluctuating. നമ്മൾ ഓൾറെഡി മെത്തേഡ്സ് ഓഫ് പ്രിപ്പയറിംഗ് ക്യാപിറ്റൽ അക്കൗണ്ട് പഠിച്ചപ്പോൾ 2 മെത്തേഡ്സ് പഠിച്ചു, ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും. ഇവിടെ ക്വസ്റ്റ്യൻ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ആണെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എഴുതുന്നതിൻ്റെ ജേണൽ എൻട്രി എന്താണ്? ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ആണെങ്കിൽ ദർ ഈസ് ഓൺലി 1 ക്യാപിറ്റൽ അക്കൗണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഐറ്റമാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു മാധവ്സ് ക്യാപിറ്റൽ, ദാറ്റ് ഈസ് ദ കറക്റ്റ് ജേണൽ എൻട്രി. ഹിയർ ദ ജേണൽ എൻട്രി ഈസ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു മാധവ്സ് ക്യാപിറ്റൽ. മാധവ് ക്യാപിറ്റലിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വരും. ഓക്കെ. ദെൻ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. മനോജ് ആൻഡ് അനൂപ് ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം. ദ ഫേം ഡിഡ് നോട്ട് ഹാവ് എനി പാർട്ട്ണർഷിപ്പ് ഡീഡ്. സ്പെസിഫൈ ഹൗ ദ ഫോളോയിങ് സിറ്റുവേഷൻസ് ആർ ട്രീറ്റഡ്. മനോജും അനൂപും പാർട്ട്നേഴ്സാണ്, അവർക്ക് പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇല്ല. താഴെ പറയുന്ന ഐറ്റംസ് എങ്ങനെ ഡീൽ ചെയ്യും? ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസസ് നമ്മൾ പഠിച്ചു, റൂൾസ് ആപ്ലിക്കബിൾ അല്ലേ? പ്രോഫിറ്റ് ലോസ് ആയാലും പ്രോഫിറ്റ് ആയാലും ഷെയർഡ് ഈക്വലി. അപ്പം പ്രോഫിറ്റും ലോസും ഈക്വലായിട്ട് ഷെയർ ചെയ്യും. ദെൻ ഇൻട്രസ്റ്റ് ഓൺ അഡ്വാൻസ് ഗിവൺ ബൈ മനോജ്. മനോജ് ഈസ് എൻറ്റൈറ്റിൽഡ് ടു ഗെറ്റ് ഇൻട്രസ്റ്റ് അറ്റ് ദ റേറ്റ് ഓഫ് 6%. അഡ്വാൻസോ ലോണോ ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ 6% പലിശ കിട്ടും. ഓക്കെ. ദെൻ സിക്സ്ത് ക്വസ്റ്റ്യൻ. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് കറണ്ട് അക്കൗണ്ട് ആർ നോട്ട് മെയിൻറ്റെയിൻഡ് സെപ്പറേറ്റ്ലി അണ്ടർ ഡാഷ് മെത്തേഡ്. ഡാഷ് മെത്തേഡ് ഓഫ് മെയിൻറ്റെയിനിങ് ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും മെയിൻറ്റെയിൻ ചെയ്യില്ല, നോട്ട് മെയിൻറ്റെയിൻഡ് സെപ്പറേറ്റ്ലി. ഏത് മെത്തേഡിലാണ്? ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. ഇൻ കേസ് ഓഫ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ദർ ഈസ് ഓൺലി 1 അക്കൗണ്ട്, ദാറ്റ് ഈസ് ക്യാപിറ്റൽ അക്കൗണ്ട്. നമുക്ക് ആ ഡിഫറൻസ് ഒന്ന് നോക്കാം. നോക്കൂ, ഡിഫറൻസ് ബിറ്റ്വീൻ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആൻഡ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആണെങ്കിൽ there are 2 accounts, one capital account and another current account. In case of fluctuating capital method there is only 1 account. All adjustments like salary, interest on capital, drawings, interest on drawings etc. are made in current account. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആണെങ്കിൽ 2 അക്കൗണ്ട് തയ്യാറാക്കും, ക്യാപിറ്റൽ അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും. എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും കറണ്ട് അക്കൗണ്ടിലാണ് കാണിക്കുന്നത്. But in case of fluctuating capital method, all adjustments are made in capital account. ഒറ്റ അക്കൗണ്ടേ ഉള്ളൂ, എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും ക്യാപിറ്റൽ അക്കൗണ്ടിൽ തന്നെ കാണിക്കും. Then fixed balance. The capital account balance remain unchanged unless there is additional capital or permanent withdrawal of capital. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ഡ്രോയിങ്സോ പെർമനൻറ്റ് വിഡ്രോവൽ ഇല്ലെങ്കിൽ, അതുപോലെ അഡീഷണൽ ക്യാപിറ്റൽ ഇല്ലെങ്കിൽ ക്യാപിറ്റൽ ഫിക്സഡ് ആയിരിക്കും. അതേസമയം ദ ബാലൻസ് ഓഫ് ക്യാപിറ്റൽ അക്കൗണ്ട് ഫ്ലക്ച്വേറ്റ് ഫ്രം ഇയർ ടു ഇയർ. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ആ പേര് പോലെ തന്നെ ഓരോ വർഷവും ക്യാപിറ്റലിൻ്റെ ബാലൻസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. Then the capital account always shows a credit balance. In case of fixed capital method, the capital account always shows a credit balance. But in case of fluctuating capital method, capital account may shows a debit balance. ചില കേസിൽ ഡെബിറ്റ് ബാലൻസും ആകാം, കാരണം എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡിൽ ക്യാപിറ്റൽ അക്കൗണ്ടിൽ തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഡെബിറ്റ് ബാലൻസും ആകാം. ഓക്കെ.